ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നാടൻ കറിയാണ് കേട്ടോ. നാടൻ കറി എന്ന് പറയുമ്പോൾ നമ്മൾ തോരൻ വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പയറുണ്ടല്ലോ, അച്ചിങ്ങ പയർ എന്ന് പറയുന്ന നീളത്തിലുള്ള പയർ, ആ പയർ ഉപയോഗിച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇവിടെ തയ്യാറാക്കുന്നത്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു കറി കൂടിയാണിത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം. നമുക്ക് തേങ്ങയൊന്നും അരച്ച് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഞാനിവിടെ അച്ചിങ്ങ പയർ അല്ലെങ്കിൽ നമ്മുടെ സാധാ നീളത്തിലുള്ള പയറുണ്ടല്ലോ, അതാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ തോരനൊക്കെ വെക്കുന്ന പോലെയൊന്നല്ല അരിയേണ്ടത്, അതിന് പകരം കുറച്ച് നീളത്തിലരിയാം. നമുക്ക് ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. കുറേ പയറൊന്നും നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 പയർ എടുത്തിട്ടുള്ളൂ. നമ്മൾ എത്രത്തോളം കറി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ട് പയറെടുത്താൽ മതി. ഇപ്പോൾ പയർ 5 പയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഈ കറിയിലേക്ക് ഒരു വലിയുള്ളിയാണ് കേട്ടോ എടുക്കുന്നത്. ഒരു വലിയുള്ളി നന്നായിട്ട് തൊലിയൊക്കെ പോയതിന് ശേഷം നമുക്ക് ഈ ഉള്ളിയുടെ മുകളിലുള്ള ഒരു വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, അതൊന്ന് പോക്കിയതിന് ശേഷം വേണം ഉള്ളി കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ഉള്ളിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പയറും അരിഞ്ഞെടുത്തു, അതുപോലെ തന്നെ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ കറിയൊക്കെ വേണമെന്ന് വെച്ചാൽ പയറും ഉള്ളിയൊക്കെ അതിനനുസരിച്ചിട്ട് കുറച്ചുകൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിൻ്റെ ഒരു ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉലുവ പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ കടുകും പൊട്ടിച്ചെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇപ്പോൾ നമ്മുടെ കടുകും ഉലുവയൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടിയിട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, വലിയുള്ളി, അത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ വറ്റൽ മുളക് പൊടിച്ചതാണ്. ക്രഷ്ഡ് ചില്ലിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതൊന്ന് വഴന്നിട്ട് വരുന്നത് വരെ. അതിനുശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിപ്പോൾ ഇവിടെ എരിവുള്ള മുളക് പൊടി തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കറിയുടെ എരിവിനനുസരിച്ചിട്ട് വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ 1 ടീസ്പൂൺ വറ്റൽമുളക് പൊടിച്ചത്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചേർക്കാം. ഇത്രയും ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരേക്കും നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം. പയറൊക്കെ നമ്മൾ സാധാരണയായിട്ട് തോരൻ വെച്ചിട്ടാണ് കഴിക്കാറ്. അതുപോലെ തന്നെ നമ്മൾ കാളൻ, അതുപോലെ സദ്യയിലെ ചില വിഭവങ്ങളിലൊക്കെ തന്നെ പയർ ചേർക്കാറുണ്ട്. എന്നാൽ പയർ ചേർത്തിട്ടുള്ള കറി ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്തിട്ട് വന്നിട്ടുണ്ട്, ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്ന് നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. ഈ സമയത്താണ് ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പയറുണ്ടല്ലോ, അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പയറും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. പെട്ടെന്ന് നമുക്ക് വീട്ടിലൊരു കറിയൊക്കെ ഉണ്ടാക്കണമെന്ന് വെക്കുന്ന സമയത്ത് മറ്റ് വെജിറ്റബിൾസ് ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു തക്കാളിയാണ്. ചെറിയൊരു തക്കാളിയാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരു 1/2 കഷ്ണം മതിയാവും. ഇപ്പോൾ ഞാൻ ചെറിയ തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഗ്രേവി വേണമല്ലോ കറിയിൽ, അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള വെള്ളവും പയർ വേവാനുള്ളതും ഒക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്രയും വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിന്ന് നന്നായിട്ട് പയറൊന്ന് വെന്ത് വരേക്കും ഒന്ന് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. നല്ല തീ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേവിക്കാം. ഇപ്പോൾ നമ്മുടെ പയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്.
നമ്മുടെ കറിയും ഒന്ന് കുറുകിയിട്ടുണ്ട്. പയറ് വെന്ത് വരുമ്പോഴത്തേക്കും കറി നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഈ കറി വേണമെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ തന്നെ ഇതുപോലെ തന്നെ കുറുക്കിയെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇതിൽ തേങ്ങ അരച്ച് ചേർക്കുന്നില്ല, പകരം സ്വല്പം തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇനി അധികം നേരം നമുക്ക് തിളപ്പിക്കേണ്ടതില്ല. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണിത്. പയർ കയ്യിലുള്ളപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് വളരെ കട്ടി കൂടിയ ഒരു കറിയൊന്നുമല്ല, കുറച്ച് ഗ്രേവിയൊക്കെ ലൂസായിട്ടുള്ളൊരു കറിയായിരിക്കും. നമുക്ക് തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ലല്ലോ, ജസ്റ്റ് കുറച്ച് തേങ്ങാപ്പാൽ മാത്രമേ ഒഴിച്ചെടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ കട്ടിയൊന്നും കറിക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.